സാബിത്ത് ബിൻ നുഹ്മാൻ റളിയല്ലാഹു അൻഹു ഒരിക്കൽ വിശപ്പ് സഹിക്കാൻ കഴിയാതെ ഒരു തോട്ടത്തിൽ നിന്ന് ഒരു ആപ്പിൾ പറിച്ച് കഴിച്ചു തുടങ്ങി. അത് പകുതി തിന്നു കഴിഞ്ഞപ്പോഴാണ് അതിൻ്റെ ഉടമസ്ഥൻ എനിക്ക് ഇത് പുറത്തു തരുമോ എന്ന് ചിന്തിച്ചത്. അദ്ദേഹം അതിൻ്റെ ഉടമസ്ഥനെ തിരക്കി കണ്ടുപിടിച്ചു. എന്നിട്ട് പറഞ്ഞു, ഞാൻ അങ്ങയുടെ തോട്ടത്തിൽ നിന്ന് ഒരു ആപ്പിൾ പറിച്ചു കഴിച്ചു. എൻ്റെ കയ്യിൽ ഇനി പകുതി ആപ്പിളേ ഉള്ളൂ, പകുതി ഞാൻ കഴിച്ചുപോയി, എനിക്ക് പൊരുത്തപ്പെട്ടു തരണം. ഇദ്ദേഹം പറഞ്ഞത് കേട്ട് ആ ഉടമസ്ഥൻ ആദ്യം ഒന്ന് അമ്പരന്നു. എന്നിട്ട് പറഞ്ഞു, എൻ്റെ മകളെ കല്യാണം കഴിച്ചാൽ ആ കഴിച്ചത് ഞാൻ പൊരുത്തപ്പെട്ടു തരാം. അദ്ദേഹത്തിന് സന്തോഷമായി, സമ്മതം മൂളി. അപ്പോഴാണ് ഉടമസ്ഥൻ പറഞ്ഞത്, എൻ്റെ മകൾ മിണ്ടില്ല, കാണില്ല, കേൾക്കില്ല. ഇത് കേട്ട് സാബിത്ത് ബിൻ നുഹ്മാൻ റളിയല്ലാഹു അൻഹു ആലോചിച്ചു, നാളെ അല്ലാഹു സുബ്ഹാനഹു വ തആലാവിൻ്റെ നരകത്തിൽ പോകുന്നതിനും ഭേദം ഇത് സമ്മതിക്കലാണ്. അദ്ദേഹം സമ്മതം മൂളി. ആദ്യ രാത്രി മണിയറയിലേക്ക് കയറിയ അദ്ദേഹം അല്ലാഹുവിനോട് പറഞ്ഞു, കണ്ണ് കാണാത്ത, ചെവി കേൾക്കാത്ത, സംസാരിക്കാത്ത ഒരു പെണ്ണുമായുള്ള ജീവിതം എങ്ങനെയായിരിക്കും? എങ്കിലും നിൻ്റെ തീരുമാനമല്ലേ, എനിക്ക് അതിനുള്ള ശക്തി താ അല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം മണിയറക്ക് ഉള്ളിലേക്ക് കടന്നു. കേൾക്കില്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അദ്ദേഹം പറഞ്ഞു, അസ്സലാമു അലൈക്കും. മുറിയിലിരുന്ന പെൺകുട്ടി തിരിച്ചു പറഞ്ഞു, അലൈക്കും അസ്സലാം. അദ്ദേഹത്തിൻ്റെ കാതുകളെയും കണ്ണുകളെയും വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ആ പെണ്ണ് തന്നെ നോക്കി പുഞ്ചിരിക്കുന്നു. അദ്ദേഹം ചോദിച്ചു, നീ തന്നെയാണോ എൻ്റെ ഭാര്യ? നിൻ്റെ വാപ്പ പറഞ്ഞു നിനക്ക് കേൾക്കില്ല, കാണില്ല, മിണ്ടില്ല എന്നാണ്. വാപ്പ പറഞ്ഞത് ഞാനൊരു അന്യപുരുഷനെ നോക്കിയിട്ടില്ല, മറ്റുള്ളവരെക്കുറിച്ച് പരദൂഷണമോ കുറ്റമോ പറഞ്ഞിട്ടില്ല, കൂടിയിരുന്ന് അത് കേട്ടിട്ടുമില്ല. അതാണ് വാപ്പ അങ്ങനെ പറഞ്ഞത്. എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന ഉമ്മമാരെ, നാം ആരെയും കുറ്റം പറയരുത്, പരദൂഷണം പറയരുത്, ഗീബത്ത് പറയരുത്, പരസ്പരം തെറ്റിക്കുന്ന സംസാരങ്ങൾ നമ്മിൽ നിന്ന് ഉണ്ടാകരുത്. നമ്മുടെ മുൻകാല വനിതകൾ, മുൻകഴിഞ്ഞ വനിതകൾ, സ്വാലിഹത്തായ വനിതകൾ, ഇവരൊക്കെ പോയ സ്വർഗത്തിലേക്ക് തന്നെയാണ് നമുക്കും പോകാനുള്ളത്. ഇവരെയൊക്കെ നമുക്ക് സ്വർഗത്തിൽ കണ്ടുമുട്ടണമെങ്കിൽ ഇവർ സ്വീകരിച്ച മാർഗം നാമും സ്വീകരിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് നാം അല്ലാഹുവിനെ ഭയപ്പെട്ട് അവൻ്റെ മേൽ തവക്കുൽ ചെയ്ത് ജീവിക്കുക. അല്ലാഹു അതിന് തൗഫീഖ് നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.